വാനോളം ആവേശത്തിലാണ് കേരളത്തിലെ ആരാധകർ. ബിഗ് സ്ക്രീനുകൾ ഒരുക്കിയും ഘോഷയാത്ര നടത്തിയും തെരുവാകെ ആഘോഷമാണ്. വിനേഷ് കുഞ്ഞിരാമൻ, അരുൺ സോളമൻ എന്നിവരാണ് ചേരുന്നത്. നമുക്കാദ്യം വിനേഷിലേക്ക് പോകാം. വിനേഷ്, ആവേശം ഒരു അലകടൽ പോലെ എന്ന് പറയേണ്ടി വരും. അർജന്റീന ആരാധകരും സ്പെയിൻ ആരാധകരും അർജന്റീന വിരുദ്ധരും അങ്ങനെ നിരവധി വിഭാഗങ്ങളുണ്ട്. ഏതായാലും ഒരു ഫസ്റ്റ് ലൈനപ്പ് അത് നമുക്ക് പറയാൻ സാധിക്കുമോ? ഏതായാലും മാറ്റങ്ങൾ ഉണ്ടോ ടീമിൽ തുടക്കത്തിൽ? വിനീത, ഇനിയിപ്പോൾ ഒരു 6.5 മണിക്കൂർ മാത്രമാണ് കിക്ക് ഓഫിനായിട്ട് ബാക്കിയുള്ളത്. അപ്പോൾ ലോകം കാത്തിരിക്കുകയാണ്, ആരാധകരൊക്കെ തന്നെ കാത്തിരിക്കുകയാണ്. ഒരു സ്വപ്ന ഫൈനലിന് അരങ്ങൊരുക്കിയിരിക്കുകയാണ്. സ്പെയിനും അർജന്റീനയും നേർക്കുനേർ പോരടിക്കാൻ പോകുന്നു. 4ാം കിരീടം ലക്ഷ്യമിട്ട് അർജന്റീന, 2ാമത്തെ കിരീടം 2010 ശേഷം 16 വർഷത്തെ ഒരു കാത്തിരിപ്പ് സ്പെയിനുണ്ട്. അവർ 2ാം കിരീടം ലക്ഷ്യമിട്ട് പന്ത് തട്ടുന്നു. ലയണൽ മെസ്സിയുടെ സംഘം ഒരു വശത്ത്, ലമിൻ യമാലിൻ്റെ ഒരു സംഘം മറുവശത്ത്. അപ്പോൾ ആരായിരിക്കും വിജയിക്കുക? സമാന ശൈലിയിൽ കളിക്കുന്ന 2 ടീമുകളാണ്. ഈ ലോകകപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച 2 ടീമുകളാണ്. ഇപ്പോൾ ഗോൾ വഴങ്ങുന്നതിൽ ഏറ്റവും അധികം പിശുക്ക് കാണിക്കുന്നുണ്ട് സ്പെയിൻ. ഒരേ ഒരു ഗോൾ ഈ ടൂർണമെന്റിൽ ഇതിനോടകം ആകെ വഴങ്ങിയത് ഒരു ഗോൾ മാത്രമാണ്. അങ്ങനെ കരുത്തുറ്റ പ്രതിരോധവുമായി നിൽക്കുന്ന സ്പെയിൻ, അതുപോലെ തന്നെ മധ്യനിരയിൽ നല്ല രീതിയിൽ കളിമനിയുന്ന സ്പെയിൻ, ഒരു നല്ലൊരു ഫിനിഷർ, ക്ലിനിക്കൽ ഫിനിഷറുടെ ഒരു അഭാവം മാത്രമാണ് അവിടെയുള്ളത്. മറുവശത്ത് പ്രതിരോധത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അർജന്റീനയ്ക്ക്. മധ്യനിരയിൽ കളി പിടിക്കാൻ അർജന്റീനയ്ക്കും കൽപ്പുണ്ട്, പക്ഷേ ഗോൾ അടിച്ചു കൂട്ടാൻ ആളുണ്ട്. ഒരു എക്സ് ഫാക്ടറായി അവിടെ ലയണൽ മെസ്സിയുമുണ്ട്. തുല്യ ശക്തികളുടെ പോരാട്ടം, ആര് വിജയിക്കുമെന്ന് പ്രവചിക്കുക നമുക്ക് അസാധ്യം തന്നെ. ശരി, അരുൺ സോളമനാണ് ചേരുന്നത്. അരുൺ, ആരാധകരുടെ ആവേശം എത്രത്തോളം ഉണ്ട്? വിനീത, തീരപ്രദേശങ്ങളിൽ വരികയാണെങ്കിൽ വലിയ ആവേശമാണ്. കാരണം ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ്. ഞാനിപ്പോഴുള്ളത് പുതിയതുറയാണ്. പുതിയതുറയിലെ ബ്രസീലിനും അർജന്റീനയും അതുപോലെ തന്നെ പോർച്ചുഗൽ അടക്കമുള്ള, സ്പെയിൻ അടക്കമുള്ള ഈ താരങ്ങൾക്ക് വലിയ ഈ ഫാൻസ് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളിപ്പോ സ്പെയിനല്ലേ? സ്പെയിൻ ഇപ്പോ കപ്പ് നേടുമെന്നാണോ? ഞാൻ സ്പെയിൻ വേണ്ടതല്ല, അർജന്റീന വേണ്ടതാണ്. അർജന്റീന തോൽക്കും. വിനീത, ഇപ്പോ സന്തോഷ് ട്രോഫിയെ പ്രതിനിധീകരിച്ച് തന്നെ കേരളത്തിന് വേണ്ടി തുടർച്ചയായി 7 തവണ കളിച്ചിട്ടുള്ള താരമാണ് ജോൺസൺ അടക്കമുള്ളവരുടെ ഉണ്ട്. നിങ്ങളിപ്പോ ഈ ലോകകപ്പിന്റെ ഭാഗമായിട്ടാണോ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്? അതെ. എല്ലാ വേൾഡ് കപ്പ് സമയത്ത് നമ്മൾ ടൂർണമെന്റ് ഇതേപോലെ കണ്ടക്ട് ചെയ്യാറുണ്ട്. എങ്ങനെയുണ്ട് ഈ ആവേശം? ഇനി മണിക്കൂറുകൾ മാത്രമാണോ ബാക്കിയുള്ളത്? അതെ, എന്തായാലും നമ്മൾ ജയിക്കുമെന്ന്, ഞാൻ അർജന്റീന ഫാനാണ്, അതുകൊണ്ട് നമ്മൾ ജയിക്കുമെന്നൊരു ആത്മവിശ്വാസമുണ്ട്. അവസാനത്തെ 90ാമത്തെ മിനിറ്റിൽ വിസിൽ ചെയ്യുമ്പോൾ അർജന്റീന ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്തവണ ഈ ഗ്രൂപ്പ് ഘട്ട കളികൾ കഴിയുമ്പോൾ അവസാനം ഒരു മാജിക് ആണ് നമ്മൾ കണ്ടത് ശരിക്കും അർജന്റീനയുടെ. അതുകൊണ്ടാണ് ഈ 90 മിനിറ്റ് ആവുമ്പോഴായിരിക്കും കിക്ക് അടിക്കുക. അതെ, അവസാനത്തെ വിസിൽ എപ്പോഴാണോ വിസിൽ ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ ജയിച്ചിരിക്കും, എന്ത് തന്നെ ഉണ്ടായാലും. നേർക്ക് യമാലും മെസ്സി എത്തുകയാണ്. അവരെ സംബന്ധിച്ചും വലിയ വികാരമാണുള്ളത്. അതെ, യമാല് നല്ല പ്ലെയറാണ്. ഒരിക്കലും അർജന്റീനൻ ടീം അവനെ വില കുറച്ച് കാണുന്നില്ല. ഉറപ്പായിട്ട് നമ്മൾ അവന്റെ കഴിവും എല്ലാം നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത് നമ്മൾ വിൻ ചെയ്യുമെന്ന് ഉറപ്പാണ് ഈ ടൂർണമെന്റ് ഫൈനലിൽ. ചേട്ടാ, ഇവിടുത്തെ ക്ലബിന്റെ ഒക്കെ സെക്രട്ടറി ആണ്? ഞാൻ. അതെ, ഇവിടെ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും നല്ല രീതിയിൽ കളികൾ നടത്താറുണ്ട്. ഏകദേശം ഒരുപാട് പ്ലെയറെ നമ്മൾ വാർത്തെടുത്ത് റെയിൽവേയിലും SBIയിലും. ശരി, ഏതായാലും 16 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിക്കുമോ സ്പെയിൻ എന്നാണ് അറിയേണ്ടത്. കാൽപന്ത് കാലത്തോളം അർജന്റീന ചരിത്രത്തിൽ ഇടം പിടിക്കുമോ എന്നതുകൂടി കാത്തിരുന്ന് കാണാം. മെസ്സി വേഴ്സസ് ലമിൻ യമാൽ എന്നതുകൂടിയാണ് ഇന്നത്തെ മത്സരം. ഒരു തലമുറകളുടെ പോരാട്ടം എന്നുകൂടി വേണമെങ്കിൽ വിശേഷിപ്പിക്കാം.